പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മുടെ വീട്ടിലെ ഏറ്റവും തിരക്കുള്ള വ്യക്തി ആരാണ്? നമ്മൾ തന്നെ. ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിക്കുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്യാറുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ട് അടുക്കി വെച്ച കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ വൃത്തിയാക്കിയ മുറി ഒരു നിമിഷം കൊണ്ട് കുട്ടികൾ വീണ്ടും അലങ്കോലമാക്കി എന്ന് കരുതുക. നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും? ഒരു വലിയ അയ്യോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക, അല്ലേ? ഇവിടെയാണ് നമുക്ക് ഈ ഒരു ലളിതമായ കാര്യം ഓർമ്മിക്കാനുള്ളത്. നമ്മുടെ മനസ്സിനെ ഒരു ടെലിവിഷൻ പോലെ കരുതുക. കുട്ടികളുടെ പ്രവൃത്തികളോ ഒരു ചെറിയ ബുദ്ധിമുട്ടോ ആണ് ആ ടി വിയിൽ വരുന്ന ചാനലുകൾ. സാധാരണയായി നമ്മൾ അറിയാതെ തന്നെ ദേഷ്യം എന്ന ചാനലിലേക്ക് പോകും. അത് ഒരു ഓട്ടോമാറ്റിക് റിയാക്ഷൻ ആണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ ഒരു അദൃശ്യമായ റിമോട്ട് കൺട്രോൾ ഉണ്ട്. റിമോട്ട് ഉപയോഗിച്ച് ചാനൽ മാറ്റുന്നത് പോലെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ഒരു നിമിഷം നിർത്താം. സ്റ്റോപ്പ്, അതായത് ഓട്ടോമാറ്റിക് ദേഷ്യം എന്ന ബട്ടൺ അമർത്തുന്നതിന് പകരം ഒരു നിമിഷം കണ്ണടച്ച് ഒന്ന് ശ്വാസം എടുക്കുക. ഒരു സെക്കൻഡ് നേരത്തെ പോസ് ബട്ടൺ. ഞാൻ ഇപ്പോൾ എങ്ങനെ പ്രതികരിച്ചാലാണ് എൻ്റെ മനസ്സിനും കുട്ടികൾക്കും കൂടുതൽ നല്ലത് എന്ന് സ്വയം ചോദിക്കുക. എന്നിട്ട് ശാന്തത എന്ന ചാനലിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ശ്രദ്ധ മാറ്റുക എന്ന ബട്ടൺ അമർത്തുക. ഓർക്കുക, നമ്മുടെ പ്രതികരണം നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്, അല്ലാതെ മറ്റാരും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതല്ല. നമ്മുടെ പ്രതികരണത്തിന്റെ റിമോട്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഒരുപാട് ശാന്തയും സന്തോഷവതിയുമായി മാറും. ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യണേ. താങ്ക്